അയ്യോ എന്തിനാ കരയണേ? വീട് മാറി താമസിക്കണോണ്ടാണോ? എന്തിനാ കരയണേ? പുതിയ വീടൊക്കെ വെച്ച് മാറിയില്ലേ അപ്പൊ? ഞങ്ങളെ കൊണ്ടോ പുതിയ വീട്ടിലേക്ക്? ഓ വലിയ കാശുകാരിയാ. ഇതിനുള്ളിൽ കൂടെ ഒക്കെ പോണ്ട്. സായക്കുട്ടിക്ക് ഞങ്ങളൊരു കുഞ്ഞു വീട് വയ്ക്കാം. അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാ. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളത് പൊട്ടിച്ചു കൊടുത്തത്. അപ്പം ഞങ്ങളത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ഫോണിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോൾ കുത്താനായിട്ട്. അപ്പം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ സ്റ്റിക്കും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. സായക്കുട്ടി ആനേമ്മ ഇരുന്ന് കളിക്കുക. ഭയങ്കര ഇഷ്ടമാണ് ആനേനെ. ഇങ്ങനെ ആനനെ കിട്ടിയിട്ടുകൊണ്ട് ഒരു 4-5 ആനയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ വീടൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങി. കുട്ടി നോക്കി നിൽക്കാം അപ്പം എന്താ ചെയ്യണേ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം കണ്ടാലും ഭയങ്കര അത്ഭുതത്തോടുകൂടി ചെയ്യും. അതിങ്ങനെ നോക്കിയിരിക്കും, എന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യും. അതാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. കുട്ടിക്കൊന്നും മനസ്സിലായില്ല കേട്ടാ. അപ്പം അങ്ങോട്ട് മാറി നിന്ന് കളിക്കുക. കുഞ്ഞു കുഞ്ഞു കുറുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില നേരത്തെ ഒരാവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് കരയും. ഒരു കാര്യവും ഉണ്ടാവില്ല. കുറച്ചങ്ങോട്ട് എടുത്ത് നടക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളെ വീടൊക്കെ റെഡിയായി. ലാസ്റ്റ് ഞങ്ങൾ മേൽക്കൂരൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മേ സായുടെ ഹൗസ് വാമിങ് വായോ. നേരെ വെക്ക്. അച്ഛമ്മയായിരുന്നു ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ ഹൗസ് വാമിങ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. സായു വീട് പൊളിക്കോ ഇന്ന് തന്നെ? തല കുമ്പിട്. ആ സായു ഇടുന്നേ. ഹായ് പറഞ്ഞേ. സായക്കുട്ടിയേ എന്താ സന്തോഷത്തേക്ക്. എൻ്റെ ദൈവമേ, ബെഡ്റൂം വരെ എത്തി വീട്. സായു അപ്പാർട്ട്മെന്റിലാണോ? ഏത് അതിലാണോ കിടക്കണേന്ന്? ഇന്ന് അതിലാണോ കിടക്കണേ? എന്നാ ഞാനപ്പോഴും കൂടെ കിടക്കൂ. ശരി കേട്ടാ, വാ ചേട്ടാ, നമുക്ക് ഉറങ്ങാം. അവളെ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റിൽ കിടന്നോളൂ. വാ ചേട്ടാ. ഇത് മറ്റേതാണോ ചേട്ടാ? എൻ്റെ വീട് നങ്ങിയമ്മയുടെയും
സായ ഒരു കിസ് തരുമോ? അതുകൊണ്ട് സായു സായു